Hello, this is Nishana from Dopa. അപ്പം നമ്മുടെ DSO എക്സാം ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡ് ഈ മാസമാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ജാനുവരി 11th മുതൽ 16th വരെയാണ് DSO എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളിപ്പം ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരോ ആണെങ്കിൽ എങ്ങനെ ഡോപ്പ ആപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ എക്സാം ഇപ്പം എങ്ങനെ അറ്റൻഡ് ചെയ്യും, ഇപ്പം ഞാൻ 9th ഞാൻ എന്നാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ കൺഫ്യൂഷൻസ് തീർക്കാനാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. So before going to how we use the app to attend the test, നമുക്ക് ഡേറ്റ്സ് ഒന്ന് ക്ലിയർ ചെയ്യാം അല്ലേ. അപ്പം ഇഫ് യു ആർ ഇൻ 10th സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ജാനുവരി 11th എക്സാം. ഇപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ജാനുവരി 12th 8th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ജാനുവരി 13th ആൻഡ് 7th സ്റ്റുഡൻ്റ് ആണെങ്കിൽ ജാനുവരി 14th ഈ എക്സാം നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ +2 ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ജാനുവരി 15th +1 സ്റ്റുഡൻ്റ് ആണെങ്കിൽ ജാനുവരി 16th നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ഇതൊരു 1 hour എക്സാമാണ്. 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടോട്ടൽ. അതിൽ നിങ്ങൾക്ക് ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്കും അതുപോലെ ഒരു നെഗറ്റീവ് മാർക്കിങ്ങും ഈ എക്സാമിലില്ല. ഇതാണ് DSO എക്സാമിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇനി നിങ്ങളിപ്പം ആദ്യമായിട്ടാണ് ഡോപ്പ ആപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡോപ്പ കോച്ചിങ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു ബട്ടൺ കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് അടുത്തത് വരുന്നത്. അപ്പം അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, പേരും ക്ലാസ്സും കാര്യങ്ങളും. അവിടെ നിങ്ങളുടെ ക്ലാസ് കറക്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് ഒരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട്. ഇഫ് യു ആർ ഇൻ 7th സ്റ്റാൻഡേർഡ് നിങ്ങൾ അവിടെ ക്ലാസ് 8 എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് പിന്നെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അവിടെ നമ്മുടെ പേരും ക്ലാസ്സും ഒക്കെ കാണാം. അപ്പം ഈ സ്ക്രീനിൽ നമ്മൾ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പം അതിൻ്റെ താഴെ ഇങ്ങനെ ടെസ്റ്റ് എല്ലാം നോട്ടിഫൈഡ് ആയിട്ട് കിടക്കും. അപ്പം നിങ്ങൾക്ക് അവിടെ DSO എക്സാം കാണാൻ പറ്റും. ഇൻ കേസ് കണ്ടില്ലെങ്കിൽ താഴെ ഡോപ്പ ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ വരുന്ന എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം. അപ്പം നമ്മൾ ഡോപ്പ DSO എക്സാം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് ഓപ്പൺ ആയി വരാം. അവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അതുപോലെ സ്റ്റാർട്ട് ആൻഡ് ടൈം ഉണ്ടാവും. ടൈം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമുതൽ 1 hour ആണ് നിങ്ങളുടെ ടോട്ടൽ എക്സാമിൻ്റെ ഡ്യൂറേഷൻ. ആൻഡ് രാവിലെ മുതൽ രാത്രി വരെ ടെസ്റ്റ് ആക്റ്റീവ് ആയിരിക്കും അന്നേ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു 1 hour നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനിരിക്കുക. എന്നിട്ട് സ്റ്റാർട്ട് എക്സാം ഓപ്ഷൻ കൊടുക്കുക. സ്റ്റാർട്ട് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കറക്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്സ് ഇല്ല, അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് 1 hour കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ഏതൊക്കെ ആൻസർ ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ നമ്മൾ കൺഫ്യൂഷനായി മാറ്റിവെച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി റീചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വൺസ് നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫിനിഷ് എക്സാം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാം റീ അറ്റൻഡ് ചെയ്യാനോ അതുപോലെ നിങ്ങളുടെ ഓപ്ഷൻസിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറ്റാനോ ഒന്നും പറ്റില്ല. സോ അതിനു മുമ്പേ എല്ലാ ആൻസേഴ്സും ഒന്ന് റീചെക്ക് ചെയ്യാം, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് എല്ലാം കൊടുത്ത് നിങ്ങളുടെ ബെസ്റ്റ് തന്നെ ഈ DSO എക്സാമിന് കൊടുക്കുക. കാരണം ഇത് DSO phase 1 മാത്രമാണ്. phase 2 ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ് phase 1. അവിടെ നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സർപ്രൈസസ് ആണ് ഡോപ്പയിൽ നിന്നുണ്ടാവുക. സോ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.